വിശേഷങ്ങൾ വരും. എങ്ങനെയായിരുന്നു ഓണ വിശേഷങ്ങൾ? ഓണം നിങ്ങൾ എങ്ങനെയാ വടംവലിയും പരിപാടികളൊക്കെ നിങ്ങൾ? ഓണത്തിനൊരു ഒരുമിച്ചൂടലുണ്ട്. അത് മിക്കവാറും എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രഗത്ഭ സിനിമാ താരമായ ദിനേശിന്റെ വീട്ടിലായിരിക്കും എപ്പോഴും ഉള്ള ഓണം. ഇതിപ്പോ കഴിഞ്ഞ 2 വർഷമായി. ഈ വർഷത്തെ വിളി ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു അറിയിപ്പാണ്. ഈ പ്രാവശ്യം നമുക്ക് മാറ്റിയാലോ? ദിനേശന്റെ വീട്ടിലോട്ട് ആക്കിയാലോ? ഒരു സിനിമ ചിക്കനോ മട്ടനോ ഒക്കെ ഉള്ള ദിവസം വന്നാൽ മതി. പച്ചക്കറിക്ക് ദിനേശിന്റെ ഭാര്യ കുക്കാണ്. ഓണമായാലും ക്രിസ്മസ് ആയാലും ഓണം മാവേലിയായിട്ട് ഡിനുവാണ്, ക്രിസ്മസ് ആണെങ്കിലും ഡിനുവാണ്. അത് എല്ലാ വർഷവും ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഡിനുവിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു ലുക്ക് ഡയറക്ടർ മാത്രമല്ല, ഇതിനോട് പ്രതികരിക്കേണ്ടതാണ്. മാവേലിയാണോ? ഉടനെ തന്നെ വിനീതിന്റെ കല്യാണം ഉണ്ടാവും. അതൊക്കെ മുമ്പോട്ട് വരൂ. ശരിയാണ്. കാരണം ഈ കൂടുതൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. പറയൂ. അതെ, അതിന്റെ ഒരു സ്റ്റോപ്പ് മോഷൻ ടെക്നിക്കലാണ് ഞാൻ വർക്ക് ചെയ്തത്. സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കമ്പ്യൂട്ടർ ആനിമേഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആനിമേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ആനിമേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ടെക്നിക്കായിരുന്നു സ്റ്റോപ്പ് മോഷൻ. അതിൽ അതിൻ്റെ ഒരു ഡബിൾ ലെയർ കോമ്പോസിറ്റിംഗ് മെത്തേഡ് എന്നുകൊണ്ട് പുതിയൊരു മെത്തേഡായിരുന്നു ഞാൻ അതിൽ ചെയ്തത്. അതിൻ്റെ ആയിരുന്നു എനിക്ക് ഇത് വന്നത്. ഒരു 60 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു ആഡ് ഫിലിം, 247 സ്റ്റില്ല് കൊണ്ട്. അല്ല, എനിക്ക് ലാസ ഐസ്ക്രീം. അപ്പം അത് വലിയൊരു കാര്യമാണല്ലേ. കൂടുതൽ വലിയൊരു അവാർഡ് കിട്ടുക ഭയങ്കര സംഭവം. ഗ്രാഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ അവന് കുറച്ച് സെൻസ് കൂടുതലാണ്. നമ്മുടെ ഈ വെറൈറ്റി ഓഫ് മിക്സിൽ ഇതൊരു വലിയ ഫാക്ടറാണ്. എനിക്ക് അടുത്ത് ചോദിക്കാനുള്ള എൻ്റെ നല്ല ക്ലോസ് ഫ്രണ്ട് കൂടെ ഫൈസൽ റാസിനെ പറ്റിയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? ഫൈസൽ റാസിയുടെ ഫൈസലിനെ പറ്റി പറഞ്ഞാൽ ഫൈസൽ ഒരു നല്ല ആങ്കറാണ്. മനോരമയുടെയും കപ്പലൊക്കെ നമ്മുടെ ടേസ്റ്റി ടൈമോ തനിനാടൻ ഇതൊക്കെ ചെയ്തോണ്ടിരുന്ന വലിയൊരു ആങ്കറാണ്. ഒരു അപ്കമിങ് സ്റ്റാർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അഡ്വർടൈസിംഗ് ഫിലിം മേക്കിംഗ് അതാണ് നമ്മുടെ പാഷനും. തൊടുപുഴയ്ക്ക് അടുത്ത് പൂമാല എന്ന് പറയുന്ന ഗ്രാമത്തിൽ എറണാകുളം നഗരത്തിലേക്ക് എത്തിയ ഫൈസൽ റാസി. ഈ എല്ലാവരുടെയും സ്ഥലപ്പേര് പറഞ്ഞ് കളിയാക്കുന്ന പെരുമ്പാവൂരാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഞാൻ പൂമാല നല്ല രീതിക്ക് പറഞ്ഞു. പൂമാല ഗ്രാമത്തിൽ നിന്ന് പെരുമ്പാവൂർ അല്ല മറ്റേ എറണാകുളം നഗരത്തിലേക്ക് കേരളത്തിൽ വന്നിട്ട് സെലക്ട് ചെയ്ത ഒരേ ഒരു ഗ്രാമം ഇരിങ്ങോളാണ്. അതെ, ഗാന്ധിജി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന വിഷ്വലുകൾ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ഇരിങ്ങോൾ പെരുമ്പാവൂർ മേഖലകളിലാണ്. പൂമാല നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ വേണമെന്ന് വെച്ചു. ആ ഏരിയ കണ്ട ഇപ്പോഴും 1947 വളരെ ഹരിതാപമായ ഒരു ഏരിയയാണ് ഇരിങ്ങോൾ. ഹരിതാപമായ, അതായത് കേരളത്തിലെ ഒരു സ്ഥലത്തിനും ഒരു നഗരത്തിനും പ്രത്യേകത ഇരിങ്ങോളിനുണ്ട്. അതായത് മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ 65 ഏക്കർ നിബിഡ വനം. സാധാരണ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ ഒരിക്കലും വനം ഉണ്ടാവാറില്ല. അത്ര ഇത് കൊടും വനമാണ്. 65 ഏക്കർ വനത്തിനെ പ്രത്യേകമായിട്ട് പൈതൃക മേഖലയായിട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതാണ് ഇരിങ്ങോൾ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ വളരെയധികം ആവാസ യോഗ്യമായ ഒരു സ്ഥലം. ആ ഇരിങ്ങോളാണ് എൻ്റെ വാസസ്ഥലം. അതെ, ഇപ്പോഴും രൂപാന്തരം പ്രാപിച്ചിട്ടില്ല. ദിനേശിന്റെ വീട് നല്ല ഒരു ശരിക്കും പറഞ്ഞ ഒരു കാടിന് നടുക്കൊരു വീട്. ഭയങ്കര ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓണത്തിന് അവിടെ പോയിട്ട് ഒരു കലാപരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആനയാട്ടൊക്കെ പിടിക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. വീടിനടുത്ത് നല്ലൊരു പുഴയുണ്ട്, നമുക്ക് അവിടെ പോയി നല്ല മീൻ പിടിക്കാം. അവിടെ നിന്ന് തന്നെ നമുക്ക് ചുട്ടു തിന്നാം. ഒക്കെ അങ്ങനെയുള്ള കുറെ ഫീലിങ്സ് ഉണ്ട്. ഇപ്പം ആൾക്കാർ ഇതൊക്കെ പറയുന്ന ആൾക്കാർക്ക് പോകാനുള്ളൊരു മോഹം തോന്നും. ദിനേശ് ബുദ്ധിമുട്ടാവും. ദിനേശ് തേടി വരും. ഓണത്തിന് ഉച്ചയ്ക്ക് ഒരു പച്ചക്കറി സദ്യയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ആ പുഴയിൽ പോയി മീനൊക്കെ പിടിച്ച് മീനും ചുട്ടു നിന്ന്. ദിനേശ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ കണ്ടിട്ടുള്ള വ്യക്തി ദിനേശ്. ഈ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ബാഗ് തൂക്കി ഒരു തോൾസഞ്ചിയും തൂക്കി ഒരു ഒറ്റ പോക്ക് പോകൂലേ, അങ്ങനെ ഒരു ഒറ്റ പോക്ക് പോണ ആളാണ്. പോയി എവിടെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഒരാഴ്ച 10 ദിവസമോ അതൊക്കെ ഗയയാണോ ഗോവയാണോ എന്തായാലും യാത്ര ദിനേശിന്റെ ഒരു ഹരമാണ്. കാരണം അതുകൊണ്ട് പല ലൊക്കേഷനും ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയും. അതാണ് ഓണവിശേഷങ്ങൾ പറയൂ. TVCയുടെ ഓണവിശേഷങ്ങൾ പറയൂ. എന്നെ വിളിച്ചു ചേട്ടന്റെ അവസ്ഥയാണെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പുള്ളൊരു ഓണവും TVCയിൽ വന്നതിന് ശേഷമുള്ള ഓണം തമ്മിലുള്ള വ്യത്യാസം എന്താ?
എനിക്ക് പറഞ്ഞ TVC ഇപ്പോ നമ്മുടെ കുടുംബം പോലെയാണ്, ഫാമിലി. സാധാരണ നമ്മുടെ ഫാമിലി വീട്ടില് തറവാട്ടിലാണല്ലോ ഓണം കൂടാറ്. ഓക്കെ. അപ്പൊ ഈ സെലിബ്രേഷന്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു സെക്കൻഡ് ഫാമിലി കൂടാണ്. ടീം എല്ലാവരും ഉണ്ടാവും. എന്ത് ഇപ്പൊ ഓണം മാത്രമല്ല, കഴിഞ്ഞ ദിവസം റംസാനിനും ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും നമ്മളൊരു ഫാമിലി പോലെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. എല്ലാവരുടെയും ഒരു ചെറിയ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ഒരു പുതിയതായിട്ട് വന്ന ഒരാളുടെ ബർത്ത്ഡേ പോലും വളരെ ആഘോഷമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ച് ഫിലിമിന് പോവാ. എങ്ങനെയാണ് എല്ലാ ഫിലിംസും നമുക്ക് കാണണം എന്ന് ഏറ്റവും കൂടുതൽ കൈയടിച്ചത് ആരാണ്? എടുത്തോണ്ട് പോയെന്നൊക്കെ അറിഞ്ഞല്ലോ തിയേറ്ററിൽ നിന്ന്. നമ്മള് സജീവമായിരുന്നു തിയേറ്ററിൽ. ഇവരെല്ലാവരും ഓരോ ഷോ സെലക്ട് ചെയ്ത് കണ്ട് കൈയടിക്കുകയും വിചാരിച്ചത് ആരെ കണ്ടിട്ട് കൈയടിക്കും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പിള്ളേർ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. ഞാനിപ്പോ ഈ ഓഗസ്റ്റ് 1 അവതാരം റിലീസ് ചെയ്തപ്പോ തീർച്ചയായിട്ടും ഇവരുടെ ഗ്രൗണ്ട് സപ്പോർട്ടോടുകൂടി ഇരുന്ന് കണ്ടില്ലേ, അത് ഭയങ്കര സുഖമല്ലേ. ബാക്കിയുള്ളവർക്ക് ഈ മൂവി കഴിയുമ്പോഴല്ലേ ഇങ്ങനെ ഒരാളെ പറ്റി അറിയുള്ളൂ. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ആ കുഞ്ഞിനുള്ളത് ദൈവം തരും. ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ട് ഒരു കുടുംബം ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ എന്തിനു നിർത്തണം? ഇതാണ് നിങ്ങൾ മാതൃകയാക്കേണ്ട വേറൊരു കാര്യമാണ് അല്ലെ സമാനം. അറിയില്ല, ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള കുടുംബത്തില് നല്ല സന്തോഷം, ഭയങ്കര സന്തോഷം, സമാധാനം. പിള്ളേര് മക്കളില് ഇപ്പൊ പണ്ട് പോലെയുള്ള കോൺസെപ്റ്റ്, ഒരു കുറച്ച് മക്കളുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലൊക്കെ ആയിട്ട് ഇത്തിരി കുരുത്തം കെട്ടവനായാലും ബാക്കിയുള്ളവരുണ്ടല്ലോ. അപ്പം ഒന്നേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും സമാനെ? സത്യം, ഇത് അല്ലാനും പറ്റില്ല, അത് ചെയ്യാനും പറ്റില്ല, ഒന്നല്ലേ ഉള്ളൂ. ഞങ്ങളൊരു ഉപദേശമായിട്ട് എടുക്കും കേട്ടോ ദിനേശേട്ടാ, പറഞ്ഞു കേട്ടോ, ഇവരെല്ലാം ശ്രീചേട്ടനെ കണ്ടു പഠിക്കാൻ പോകുന്നു. ആരും നിർത്തിയില്ല. ഇത്രയും നേരം നമ്മുടെ ശ്രീചേട്ടനും ദിനേശേട്ടനും നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മാത്രം പറഞ്ഞു. ഇനി അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫൈസൽ തന്നെ തുടങ്ങട്ടെ. ഫൈസൽ പറഞ്ഞു. അല്ല, ഇപ്പം ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് കാര്യത്തിനും ഒരു നടപടി ഉണ്ടെന്ന് പറയത്തില്ലേ, അതായത് നടപടിയാണ് ആൾക്കാർ. അതായത് ഇപ്പം നമ്മൾ രാവിലെ പറയാണ് ചേട്ടാ നമുക്കൊന്ന് ഹിമാലയം വരെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിമാലയത്തിൽ ചെന്നാൽ മതി, ഇവരോടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് നമുക്കും നമ്മുടെ ഓരോ ചെറിയ മൂവ്മെന്റ് പോലും നമുക്ക് അതുകൊണ്ട് ഷാർപ്പായിട്ട് നടക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയൂ. നമ്മുടെ ഇപ്പോൾ ഒരു ആഡ് ഫിലിമിന് വേണ്ടി കോൺസെപ്റ്റിന്റെ ചർച്ചകൾക്കെല്ലാം ചേട്ടനും ദിനേശ് ചേട്ടനും ഉണ്ടെങ്കിൽ നമുക്കൊരു എനർജിയാണ്. വളരെ ആഘോഷമായിരിക്കും ചർച്ച. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞ് പറയേണ്ടതാണ്. കാരണം ഇപ്പൊ അവതാരത്തിന്റെ പറഞ്ഞ പോലെ പിള്ളേര് നമ്മള് പോയി സിജോട്ടിനെ കൈയടിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ അതിനൊക്കെ ഉപരി ഇവര് വന്ന വഴികൾ, ഇവര് സ്ട്രഗിൾ ചെയ്ത് ഇവര് ഇവിടെ എത്തി. അതേ ഓപ്പർച്യൂണിറ്റീസ് ആ സ്ട്രഗിൾസ് ഒന്നും ഇല്ലാണ്ട് നമുക്കെല്ലാവർക്കും തന്നെ. അപ്പോൾ ശരിക്കും ഇവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് മോസ്റ്റ് ഓഫ് us may not have made it ഇല്ല. അപ്പോൾ അതിപ്പോൾ കോൺസെപ്റ്റിന്റെ ഡിസ്കഷനിലായാലും ക്ലയൻസിന് വരുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്ക് ആ ഫിലിംസ് കൊടുക്കുന്നതും അങ്ങനത്തെ ഒരു ഇന്നത്തെ സാഹചര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനും ദിനേശൊക്കെ അതിൻ്റെ ഒരു ബേസ് സ്ട്രഗിൾ ശരിക്കും ഉണ്ട്. നമുക്ക് ഇത്രയും ഒന്നും ഇല്ലല്ലോ, ഇത്രയും ഫെസിലിറ്റീസും ഇത്രയും ഒരു ആഡ് ഫിലിം മേക്കർക്ക് വ്യക്തമായ ഓഫീസ് പോലും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ ഒന്ന് മാറിയത്. അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം? നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ ഇത് തുടക്കമെടുത്തത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കൂട്ടായ്മ എങ്ങനെയായിരുന്നു? ദിനേശിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ ദിനേശ് ഓൾറെഡി ആക്ടറാണ്. ദിനേശ് എനിക്കൂടെ രസികനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, രസികനും മാസിനൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നി ഇങ്ങനെ ഒരു ദിനേശിൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ദിനേശ് വളരെ സിമ്പിളാണ്, വളരെ സെൻറ്റിമെൻ്റലാണ്. നമുക്കപ്പോൾ എനിക്കപ്പോൾ ഒരു ടീം മേറ്റ് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദിനേശ് കറക്റ്റ് ഒരു പാർട്ട്ണറാന്ന് തോന്നി. പിന്നെ ഈ പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും ഫോം ചെയ്തു, ഡിനുവും ഫൈസലും ഇവരെല്ലാവരും ഫോം ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് അത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പലര് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഒരു വ്യക്തി ദിനേശേട്ടാ, ഒരു വ്യക്തി വരുമ്പം നിങ്ങൾ എങ്ങനെയാണ്? ഇപ്പം ഞാൻ വരികയാണ് TVCയിലൂടെ, എനിക്ക് ഒരു ആഡ് ഫിലിം നിങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യണം, TVC ഫാക്ടറി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും, എന്നിൽ എന്തൊക്കെ കഴിവുകളുണ്ട്, അല്ലെ എങ്ങനെയായിരിക്കും എന്നെ സെലക്ട് ചെയ്യുക, അല്ലെ എങ്ങനെ എന്നെ റിജക്ട് ചെയ്യും? ബേസിക്കലി സിനിമയാണോ പരസ്യമാണോ വന്ന വ്യക്തിയുടെ തലയിലുള്ളതെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സിനിമയാണെങ്കിൽ ഞങ്ങൾ അവരോട് പറയും നമ്മുടെ കൂടെ നിൽക്കണ്ടെന്ന് പറയും.
കാരണം സിനിമ മനസ്സിലിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും TVC ഫാക്ടറിയിൽ അത് സെറ്റ് ആവും. പക്ഷെ ഞാൻ എന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് രണ്ടുപേരും ഹെഡിൽ നിൽക്കുന്ന രണ്ടുപേരും സിനിമയിലല്ലേ? ഇപ്പോഴല്ലേ ദിനേശ് ചേട്ടൻ പണ്ട് പോലെ ഉണ്ടല്ലോ സിനിമയ്ക്ക്. ദിനേശ് പണ്ട് പോലെ ഉണ്ടെങ്കിലും ദിനേശ് അടിസ്ഥാനപരമായ ഒരു പരസ്യക്കാരനാണ്. ദിനേശ് ഏജൻസികളിൽ കോപ്പിറൈറ്റർ ആയിരുന്നു. ഒരുമാതിരി പ്രഗത്ഭ പരസ്യങ്ങളുടെ എല്ലാം വലിയ നല്ല നല്ല പരസ്യങ്ങളുടെ എല്ലാം വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് ദിനേശാണ്. ദിനേശ് ബേസിക്കലി ഒരു പരസ്യക്കാരനാണ്. സിനിമാക്കാരുടെ ഇടയിൽ പോലും ദിനേശ് അറിയപ്പെടുന്നത് പരസ്യചിത്ര സംവിധായകനായിട്ടാണ്. ഒരു ആഡ് ഫിലിം മേക്കർ ടേൺ ആക്ടർ എന്നുള്ളതാണ് ദിനേശിന്റെ പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ അഡ്വർടൈസിങ് ഇതിലായിരുന്നു അല്ലേ? അപ്പോൾ നേരത്തെ സമയം ചോദിച്ച പോലെ അപ്പോൾ അഡ്വർടൈസിങ് അവരുടെ പാഷനിലുണ്ടെങ്കിൽ നമ്മൾ നിർത്തും ഉറപ്പായിട്ടും. അപ്പോൾ പിന്നെ ചെറിയ ഒരു കള്ളത്തരം കാണിച്ചാൽ നിൽക്കില്ല, പറഞ്ഞു അതും വലിയൊരു കാര്യമാണ്. അല്ല, ആ കള്ളത്തരം എന്തിനാ? ചിലപ്പോ ചില വരുന്ന ആൾക്കാർക്ക് ഉദ്ദേശശുദ്ധി പോലും ഉണ്ടാവണം. നമ്മുടെ കമ്പനിയുടെ കോമ്പൗണ്ടിന്റെ അകത്ത് ഒരു തരി ഒരു സ്മോക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അത് വലിയൊരു പ്രത്യേകതയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് TVCയിലുള്ള ഇത്രയും ആൾക്കാർ, ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിട്ട് പോലും ഇവരാരും സ്മോക്ക് ചെയ്യില്ല. മമ്മൂക്കയുടെ കൂടെ അഡിക്റ്റഡ് ടു ലൈഫ്, ആൽക്കഹോൾ കഴിക്കുന്നവരാരുമില്ല. അതാണ്, വെള്ളം അടിക്കില്ല, സ്മോക്കിംഗ് ഇല്ല, ഒരു പരിപാടി ഇല്ലാത്ത വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള. എനിക്കൊന്നത് ഭയങ്കര അത്ഭുതം തോന്നുന്നു എനിക്ക് സത്യമായിട്ടും ഇത് കേട്ടപ്പോ. വെള്ള ഷർട്ടിന്റെ അല്ല, അതുകൊണ്ടല്ല, കാരണം ഇപ്പൊ ഏതൊരു വ്യക്തി, ഞാനൊരു 6 years ബാക്കാണ് നിർത്തിയത്. ഞങ്ങള് തന്നെ അത് എന്റർടൈൻ ചെയ്യാതിരിക്കാൻ വരുമ്പോ ഓഫീസിൽ അത് ഇല്ലാണ്ടാവുകയാണ്. അത് വലിയൊരു കാര്യമല്ലേ? ക്ലയൻസ് പോലും നമ്മുടെ ഓഫീസിൽ വന്ന് സിഗരറ്റ് വലിക്കാറില്ല. കാരണം ഞങ്ങളാരും അവിടെ വലിക്കാറില്ല, വലിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടുമില്ല. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്സ് ഏറ്റവും ഹൈ ആയിട്ടുള്ള? ഞങ്ങളുടെ ഇപ്പോൾ അതായത് ഓരോ സെഗ്മെന്റിലും ഞാൻ നേരത്തെ സെവനോട് പറഞ്ഞ പോലെ മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അംബർല, റൈസ് ജ്വല്ലറി, ടെക്സ്റ്റൈൽ, അല്ലെങ്കിൽ അതിങ്ങനെ കറിപ്പൗഡർ, അതിലെ ഓരോ സെക്ഷനിലും ഉള്ള നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മാർക്കറ്റ് ലീഡറിന് അല്ലെങ്കിൽ 1, 2, 3 പൊസിഷനിലുള്ള ഒരു ബ്രാൻഡിനെ TVC ഫാക്ടറിയുടെ കീഴിൽ കൊണ്ടുവരണം. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ ലൈക്ക് MCR നമ്മുടെ ക്ലൈന്റാണ്. ആ രംഗത്ത് MCR കിങ് ആണ്. ഇപ്പോൾ അംബർലയില് പോപ്പിൻ ജോൺസ് നമ്മുടെ ക്ലൈന്റ്. പിന്നെ കറി മസാലയുടെ ഇതിൽ പറയുകയാണെങ്കിൽ നിറവറയും ഡബിൾ ഹോസ് ക്ലൈന്റ്. VKC പ്രൈഡ് ചെരുപ്പ് നമ്മുടെ ക്ലൈന്റ്. പിന്നെ ഭീമ ജ്വല്ലറി നമ്മുടെ ക്ലൈന്റ്. ഐസ്ക്രീംസിൽ ലാസ മാർക്കറ്റ് ലീഡറാണ്, ലാസ നമ്മുടെ ക്ലൈന്റ്. പിന്നെ V-Guard, V-Star, എല്ലാം പ്രീമിയം ബ്രാൻഡ്സ് ആണ്. അപ്പൊ ആ പ്രീമിയം ബ്രാൻഡ്സ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ബജറ്റില് ശരിക്കും നമുക്ക് നഷ്ടമാണ് ആ പ്രൊജക്റ്റ്. പക്ഷെ നമ്മളോട് താല്പര്യം കാണിച്ച് വരുന്ന ഒരു ക്ലയന്റിനെ നമ്മൾ എത്ര ബജറ്റ് ആണെങ്കിലും ഹാൻഡിൽ ചെയ്യും. ചിലപ്പോൾ ഫൈനലി കണക്കൊക്കെ നോക്കി കഴിയുമ്പോൾ ഒന്നും ലാഭം ഉണ്ടാവില്ല. അപ്പോൾ വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിലേ ഇതൊന്ന് റൺ ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഇനി പറയൂ, നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ ദിനേശ് ചേട്ടാ? ഓണത്തിന്റെ കുറച്ച് ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവെക്കാം. ഓണത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓണത്തിൻ്റെ അങ്ങനെ അത്ര വലിയ ആഘോഷങ്ങൾ ഇപ്പോൾ ചെറുപ്പകാലത്തെ പോലെ പൂ പറിക്കാൻ പോലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അതൊക്കെ തന്നെയാണ്. ശരിക്ക് 10 ദിവസം സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞിട്ട് അവധി, നമ്മൾ പൂ പറിക്കാൻ പോകുന്നു, ഒരുമിച്ച് പൂക്കളം ഇടുന്നു, ഓണത്തപ്പനെ വരവേൽക്കുന്നു, പുതിയ ഓണപ്പുടവ കിട്ടുന്നു, ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നു, ഭയങ്കര സദ്യ കഴിക്കുന്നു, അതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറി നമ്മൾ വേറൊരു പ്രൊഫഷനിലേക്ക് വന്ന് കുറച്ചും കൂടി ഒരു മെച്ചുറായ അവസ്ഥയിൽ ഓണം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ആ സമയത്ത് കഴിയുന്നതും ബന്ധുക്കളെയും ഈ പറഞ്ഞ റിലേറ്റീവ്സിനെയും സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാൻ ശ്രമിക്കാറുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവർ ഓണം വിഷ് ചെയ്യുന്നു. പറ്റിയാൽ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഓണ സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നു. ഇപ്പോൾ ഓഫീസിൽ ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കുറച്ച് പേര് എന്നോടൊപ്പം ഉള്ളവർ എൻ്റെ വീട്ടിൽ ഓണത്തിൻ്റെ ഒന്ന് വരാറുണ്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലൊരു ഓണസദ്യ ഒരുക്കാറുണ്ട്. അങ്ങനെ ഓണം പൊതുവെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളായിട്ടാണല്ലോ കണക്ക്. എല്ലാ ഓണവും സന്തോഷം, എന്നും ഓണം പോലെ ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ആശംസിക്കുന്നത് ഓണത്തിന് കഴിയുന്നത് നമ്മൾ അവധിയാണല്ലോ, ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവധിയായിരിക്കും. കാരണം ഓണം കണക്റ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളുടെ ഷൂട്ടിംഗ് എല്ലാം നേരത്തെ തന്നെ തീരും. സോ ഓണത്തിൻ്റെ സമയത്ത് ആക്ച്വലി ഞങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ഓരോരോ വീടുകളിലായിരിക്കും ഓണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ദിനേശിൻ്റെ വീട്ടിലൊരു കൂടലുണ്ട്. അത് ദിനേശ് ഇത്തവണയും വെൽക്കം ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പോകും.